സോ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എ ഫംഗ്ഷൻ ആണ്. സോ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് ഒരു ഇൻ്റഗ്രൽ ട്രാൻസ്ഫോം ആണ്. സോ ദാറ്റ് കൺവേർട്ട് എ ഫംഗ്ഷൻ ഓഫ് റിയൽ വേരിയബിൾ ടു എ ഫംഗ്ഷൻ ഓഫ് കോംപ്ലക്സ് വേരിയബിൾ എസ് ആണ്. അതായത് ഇപ്പോൾ നമ്മൾ ടൈം ഡൊമൈനിലുള്ള ഒരു ഫംഗ്ഷനെ ഒരു കോംപ്ലക്സ് വേരിയബിളിലേക്ക് മാറ്റുക. അപ്പോൾ എസ് എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് വാല്യൂഡ് ഫ്രീക്വൻസി ഡൊമൈൻ ആണ്. സോ എസ് ഈസ് ഓൾസോ നോൺ ആസ് എസ് ഡൊമൈൻ എന്ന് പറയാം, അല്ലെങ്കിൽ എസ് പ്ലെയിൻ എന്ന് പറയാം. അതായത് നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോം കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മൾക്ക് ഡിഫറൻസിയേഷനും ഇൻ്റഗ്രേഷനും ഒക്കെ യൂസ് ചെയ്യേണ്ട ഒരു കണ്ടീഷനാണെന്ന് വിചാരിക്കുക. സോ നമ്മൾ ഡിഫറൻസിയേഷനും ഇൻ്റഗ്രേഷനും ഒക്കെ നോർമൽ പ്ലെയിനിൽ അല്ലെങ്കിൽ നോർമൽ ടൈം ഡൊമൈനിലുള്ളതാണെങ്കിൽ അതൊക്കെ ഒരു കോംപ്ലക്സ് ആണെങ്കിൽ അതിന് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു പ്രോബ്ലത്തിന് ലാപ്ലേസ് ട്രാൻസ്ഫോം എടുത്തു കഴിഞ്ഞാൽ അത് മൾട്ടിപ്ലിക്കേഷൻ്റെയോ ഡിവിഷൻ്റെയോ ടേമിലേക്കായി മാറും. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ന്യൂമറിക്കൽ പ്രോബ്ലം ലോഗിൻ്റെ ഡിവിഷനോ അല്ലെങ്കിൽ ലോഗിൻ്റെ മൾട്ടിപ്ലിക്കേഷനോ എന്ന് വിചാരിക്കാം. അപ്പോൾ ലോഗിൻ്റെ ഡിവിഷൻ ആണെങ്കിൽ ലോഗിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ ചെയ്യാനൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ലോഗിൻ്റെ ഡിവിഷനോ മൾട്ടിപ്ലിക്കേഷനോ ഒന്നെങ്കിൽ പ്ലസ്സോ അല്ലെങ്കിൽ മൈനസോ അല്ലെങ്കിൽ അഡീഷനോ സബ്സ്ട്രാക്ഷനോ രീതിയിൽ എഴുതിക്കൂടെ. അപ്പോൾ അതൊക്കെ ചെയ്യാൻ കുറച്ചും കൂടി ഈസി അല്ലേ. അതേപോലെ തന്നെയാണ് ഒരു നോർമൽ ടൈം ഡൊമൈനിലുള്ള ഡിഫറൻസിയേഷനും ഇൻ്റഗ്രേഷനും ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ആ പ്രോബ്ലത്തിന് നമുക്ക് എങ്ങോട്ട് മാറ്റാം, ലാപ്ലേസ് ട്രാൻസ്ഫോമിലേക്ക് മാറ്റുമ്പോൾ അത് അഡീഷനോ അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷനോ ഡിവിഷനോ ആയിട്ട് മാറും. സോ പ്രോബ്ലം എന്താകും, കുറച്ചും കൂടി ഈസി ആയിട്ട് മാറും. സോ നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാനൊക്കെ നമ്മൾ ഈ ലാപ്ലേസ് ട്രാൻസ്ഫോം കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ സോൾവ് ചെയ്യാൻ ലാപ്ലേസ് ട്രാൻസ്ഫോം യൂസ് ചെയ്യാറുണ്ട്. സോ നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ഇക്വേഷനിലേക്ക് പോകാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൽ ഓഫ് എഫ് ഓഫ് ടി എന്നാണ് ഡിനോട്ട് ചെയ്യുക. ഈ എഫ് ഓഫ് ടീൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് കണ്ടത്. അത് കണ്ടു കഴിഞ്ഞാൽ കിട്ടുന്നതാണ് എഫ് ഓഫ് എക്സ്. സോ എഫ് ഓഫ് എസ് ആണ് അതിൻ്റെ ഇക്വേഷൻ ആണ്. ലിമിറ്റ് എ ടെൻസ് ടു ഇൻഫിനിറ്റി 0 to a e raised to minus st f of t dt. e raised to minus st ആണ് ഇവിടുത്തെ കേർണൽ ഓഫ് ദ ഇൻ്റഗ്രൽ ട്രാൻസ്ഫോം. എഫ് ഓഫ് ടി ആണ് നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഫംഗ്ഷനായിട്ട് വരുന്നത്. സോ എ ടെൻസ് ടു ഇൻഫിനിറ്റി അവസാനം ഇൻ്റഗ്രൽ നമുക്ക് മാറ്റി എഴുതാം. 0 to infinity e raised to minus st f of t dt എന്ന് എഴുതാം. വേർ എൽ ഈസ് ദ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓപ്പറേറ്റർ ആണ്. എസ് എന്ന് പറയുന്ന ഒരു റിയൽ ഒരു കോംപ്ലക്സ് നമ്പർ ആണ്. ഇനി അടുത്തായി പോകുന്നത് ഒരു എല്ലാ ഫംഗ്ഷനും ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കാൻ പറ്റുമെന്നാണ്. അങ്ങനെ എല്ലാ ഫംഗ്ഷനും ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കാൻ പറ്റില്ല. ഈ എഫ് ഓഫ് ടി എന്ന് പറഞ്ഞൊരു ഫംഗ്ഷന് ലാപ്ലേസ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യണമെങ്കിൽ ആ ഫംഗ്ഷൻ സാറ്റിസ്ഫൈ ചെയ്യേണ്ട സം പർട്ടിക്കുലർ കണ്ടീഷൻ്റെ 2 കണ്ടീഷനാണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്. എഫ് ഓഫ് ടി ഷുഡ് ഹാവ് എൻ ആർബിറ്ററി പീസ് വൈസ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയിരിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ടി ഷുഡ് ബി എക്സ്പോണൻഷ്യൽ ഓർഡർ. ഒന്ന് ആർബിറ്ററി പീസ് വൈസ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആവുക. രണ്ടാമത്തത് എഫ് ഓഫ് ടി എന്താവുക, ഒരു എക്സ്പോണൻഷ്യൽ ഓർഡർ. ഇനി എന്താണ് എക്സ്പോണൻഷ്യൽ ഓർഡർ എന്ന് നോക്കാം. ഇപ്പം നമ്മൾ ഒരു ഇൻഫിനിറ്റ് ഇൻ്റഗ്രൽ 0 to infinity എഫ് ഓഫ് ടി ഡി ടി ഒരു നമ്മളെ കയ്യിലുള്ള ഫംഗ്ഷൻ്റെ ഒരു ഇൻഫിനിറ്റ് ഇൻ്റഗ്രൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുക, നീ നോട്ട് ബി എക്സിസ്റ്റ്. പക്ഷേങ്കിൽ ആ എഫ് ഓഫ് ടി മേ ഡൈവേർജസ് എക്സ്പോണൻഷ്യലി ഫോർ എ ലാർജ് വാല്യൂസ് ഓഫ് ടി. അതായത് ഇൻ്റഗ്രൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല, പക്ഷേ എങ്കിൽ എഫ് ഓഫ് ടി നമുക്ക് ഈ ഒരു ഫോർമാറ്റിൽ എഴുതാൻ പറ്റുമെങ്കിൽ e raised to s0 into t f of t is less than or equal to m is a positive constant ആണ്. അങ്ങനെയാണെങ്കിൽ ആ ഫംഗ്ഷൻ നമുക്ക് എന്ത് പറയാം, ഈസ് കോൾഡ് ഇൻ എക്സ്പോണൻഷ്യൽ ഓർഡർ എന്ന് പറയാം. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ്. ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ലീനിയാരിറ്റി പ്രോപ്പർട്ടിയാണ്. സോ ഇഫ് a1 and a2 ആർ 2 കോൺസ്റ്റൻസ് ആണ്, ലാപ്ലേസ് ട്രാൻസ്ഫോം f1 ഓഫ് ടിൻ്റെയും f2 ഓഫ് ടി എന്നാണ് 2 ഫംഗ്ഷൻ ഉണ്ട്. f1 ഓഫ് ടീൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് f1 ഓഫ് എക്സ്, f2 ഓഫ് ടീൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് f2 ഓഫ് എക്സ്. അങ്ങനെയാണെങ്കിൽ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് a1 f1 ഓഫ് ടി പ്ലസ് a2 f2 ഓഫ് ടി എന്ന് പറയുന്നത്, അതായത് ഒറ്റ ലാപ്ലേസ് ആണ്, ഈ നടുവിലില്ല, ഒറ്റ ലാപ്ലേസ് ട്രാൻസ്ഫോം ഇസ് ഈക്വൽ ടു a1 കോൺസ്റ്റന്റ് a1 പുറത്തെടുക്കാം, a1 ഇൻറ്റു എൽ ഓഫ് f1 ഓഫ് ടി പ്ലസ് a2 ഇൻറ്റു എൽ ഓഫ് f2 ഓഫ് ടി എന്ന് എഴുതാം. സോ ദിസ് ഈസ് കോൾഡ് ലീനിയാരിറ്റി പ്രോപ്പർട്ടി ഓഫ് ലാപ്ലേസ് ട്രാൻസ്ഫോം. എന്ത് ചെയ്യണം, നമുക്ക് പ്രൂവ് ചെയ്യണം. സോ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് f1 ഓഫ് ടിയും f2 ഓഫ് ടി എടുക്കാം. ലാപ്ലേസ് ട്രാൻസ്ഫോം f1 ഓഫ് ടി എന്ന് പറയുന്നത് എന്തിനാ, f1 ഓഫ് എസ് എന്ന് എഴുതാം. സോ 0 to infinity e raised to minus st f1 ഓഫ് ടി ഡി ടി എന്ന് എഴുതാം. ലാപ്ലേസ് ട്രാൻസ്ഫോം f2 ഓഫ് ടീനെ അങ്ങനെ എഴുതാം, f2 ഓഫ് എസ് എന്ന് എഴുതാം. 0 to infinity e raised to minus st f2 ഓഫ് ടി ഡി ടി എന്ന് എഴുതാം. സോ ഇത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഇക്വേഷൻ. ഇനി ഞാൻ മൊത്തം, അതായത് നമുക്ക് തന്ന ഈ LHS മൊത്തം എഴുതാണ്. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് a1 f1 ഓഫ് ടി പ്ലസ് a2 ഓഫ് f2 ഓഫ് ടി എങ്ങനെ എഴുതാം, 0 to infinity കേർണൽ എന്ന് പറഞ്ഞാൽ e raised to minus st a1 f1 ഓഫ് ടി പ്ലസ് a2 f2 ഓഫ് ടി ഡി ടി എന്ന് എഴുതാം. ഇനി ഞാൻ എന്ത് ചെയ്യുക, ഈ a1ന് ഇതിന് 2
ഇൻറ്റഗ്രേഷനാക്കി സ്പ്ലിറ്റ് ചെയ്യുന്നു പ്ലസ് അല്ലേ. അപ്പം a1 ഇൻറ്റു ഇവിടുന്ന് a1 പുറത്തെടുത്തു 0 to infinity e raised to minus st f1 of d dt. ഇവിടുന്ന് a2 പുറത്തെടുത്തു a2 ഇൻറ്റു 0 to infinity e raised to minus st f2 of t എന്ന് എഴുതാം. അതിൽ a1 അങ്ങനെ നിർത്തിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളതിനെ അങ്ങനെ എഴുതാം L of f1 of t എന്ന് എഴുതാം. ഇതിനെയോ a2 പുറത്തെടുത്താൽ L of f2 of t. ഇത് f2 of t ൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം, ഇത് f1 of t ൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം. സോ നമുക്ക് എന്ത് കിട്ടി? L of a1 f1 of t plus a2 f2 of t എന്ന് പറഞ്ഞാൽ a1 പുറത്തെടുത്ത് L of f1 of t plus a2 into L of f2 of t എന്ന് എഴുതാം. ആൻഡ് ദിസ് ഇസ് കോൾഡ് ലീനിയാരിറ്റി പ്രോപ്പർട്ടി ഓഫ് ലാപ്ലേസ് ട്രാൻസ്ഫോം. നമുക്ക് സെക്കൻഡ് പ്രോപ്പർട്ടിയിലേക്ക് പോകാം. ദാറ്റ് ഈസ് കോൾഡ് ചേഞ്ച് ഓഫ് സ്കെയിൽ പ്രോപ്പർട്ടി. നമ്മൾ ഓൾറെഡി ഫോറിയറിൻ്റെ കേസിൽ അത് പഠിച്ചിട്ടുള്ളതാണ്. സോ ഇഫ് എഫ് ഓഫ് എസ് എന്ന് പറഞ്ഞാൽ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ആണെങ്കിൽ നമുക്ക് എഫ് ഓഫ് ടിക്ക് പകരം എഫ് ഓഫ് എ ടി ആണ് നമ്മുടെ ഫംഗ്ഷൻ എന്ന് വിചാരിക്കുക. വേറെ ഈസ് എ കോൺസ്റ്റൻറ്റ്. അങ്ങനെയാണെങ്കിൽ എൽ ഓഫ് എഫ് ഓഫ് എ ടി എടുത്തു കഴിഞ്ഞാൽ അതിന് ആൻസർ കിട്ടുക 1/a ഇൻറ്റു എഫ് ഓഫ് എസ് ബൈ എ ആയിരിക്കും. ദിസ് ഇസ് കോൾഡ് ചേഞ്ച് ഓഫ് സ്കെയിൽ പ്രോപ്പർട്ടി. നമുക്കിനി പ്രൂവ് ചെയ്യണം. സോ നമ്മൾ പ്രൂവ് ചെയ്യാൻ വേണ്ടി എൽ ഓഫ് എഫ് ഓഫ് ടി എന്നുള്ളത് എഫ് ഓഫ് എസ് ആണ്. 0 to infinity e raised to minus st എഫ് ഓഫ് ടി ഡി ടി എന്ന് എഴുതി. ഇനി നമുക്ക് കയ്യിൽ നിന്ന് എന്താ എഫ് ഓഫ് എ ടി ആണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ എഫ് ഓഫ് എ ടി എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ടിൻ്റെ സ്ഥാനത്ത് നിന്ന് എടുക്കണം എഫ് ഓഫ് എ ടി കൊടുക്കണം. സോ 0 to infinity എഫ് ഓഫ് എ ടി e raised to minus st ഡി ടി എന്ന് എഴുതി. ഇനി ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് വഴിയാണ് ഇത് പ്രൂവ് ചെയ്യുന്നത്. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എ ടിക്ക് യു എന്ന് കൊടുത്തു. എ ടി is equal to യു എന്ന് കൊടുത്തു. അപ്പോൾ ഡി ടിനൊക്കെ എങ്ങനെ എഴുതാം? ഡി യു ഡിവൈഡഡ് ബൈ എ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് അല്ലേ. അപ്പോൾ എ ടിക്ക് യു കൊടുത്താൽ ടി നമുക്ക് എങ്ങനെ എഴുതാം? യു ഡിവൈഡഡ് ബൈ എ എന്ന് എഴുതാം. സോ ഞാൻ ഇക്വേഷനെ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് വെച്ച് മാറ്റി എഴുതാൻ പോവാണ്. എഫ് ഓഫ് എ ടിക്ക് പകരം യു, ദാറ്റ് ഈസ് എഫ് ഓഫ് യു ആവും. ഇ റേസ് ടു മൈനസ് എസ് അങ്ങനെ തന്നെ നിർത്തി. ടീനൊക്കെ എങ്ങനെ എഴുതാം? യു ബൈ എ എന്ന് എഴുതാം. ഡി ടിനെ എങ്ങനെ എഴുതാം? ഡി യു ബൈ എ. ഡി യു ബൈ എയിൽ 1/a കോൺസ്റ്റൻ്റ് ആയിട്ട് ഇൻ്റഗ്രേഷൻ്റെ പുറത്തേക്ക് എടുത്തു. 1/a ഇൻറ്റു 0 to infinity എഫ് ഓഫ് യു ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ് ഇൻറ്റു യു ബൈ എ ഇൻറ്റു ഡി യു. അപ്പോൾ നോക്ക്, ഓൾറെഡി നമ്മുടെ ഇക്വേഷൻ 0 to infinity ഇ റേസ് ടു മൈനസ് എസ് ടി എഫ് ഓഫ് ടി ഡി ടി. അപ്പോൾ ടി ഉള്ളിടത്തൊക്കെ ഇവിടെയുള്ള ടേം എന്ന് പറയുന്നത് എന്താണ്? യു ആണ് അല്ലേ? യു ആണ്. പക്ഷേ ഈ എക്സ്പോണൻഷ്യൽ ഇ റേസ് ടു മൈനസ് എസ് ടി മാത്രമുള്ളടത്ത് ഏതുകൂടി വന്നിട്ടുണ്ട്? യു ബൈ എ എന്നുള്ള ഒരു ടേം കൂടി വന്നിട്ടുണ്ട്. സോ നമ്മുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എങ്ങനെ എഴുതാം? 1/a കോമൺ ആയിട്ട് പുറത്തുണ്ട്. ദിസ് ഇസ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഓൾറെഡി ഇതാണെങ്കിൽ എഫ് ഓഫ് എസ് എന്നല്ലേ നമ്മൾ എഴുതുക. പക്ഷേ എസിൻ്റെ കൂടെ ഏതുകൂടി വന്നുകൊണ്ട് എസ് ബൈ എ എന്നും കൂടി വന്നതുകൊണ്ട് ദിസ് ബിക്കം 1/a ഇൻറ്റു എഫ് ഓഫ് എസ് ബൈ എ. ദിസ് ഇസ് ചേഞ്ച് ഓഫ് സ്കെയിൽ പ്രോപ്പർട്ടി. ഇനി നെക്സ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ട്രാൻസ്ലേഷൻ അല്ലെങ്കിൽ ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടിയാണ്. അതായത് നമ്മുടെ ഒരു ഫംഗ്ഷൻ്റെ കൂടെ ഒരു എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് വരികയാണെങ്കിൽ നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോം എങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് നോക്കാം. സോ എൽ ഓഫ് ഇ റേസ് ടു എ ടി എഫ് ഓഫ് ടി ആണെങ്കിൽ ഇറ്റ്സ് ബിക്കം എഫ് ഓഫ് എസ് മൈനസ് എ ആവും. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ എൽ ഓഫ് എഫ് ഓഫ് എ ടി എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എസ് ആണ്. ദരികൾ 0 to infinity ഇ റേസ് ടു മൈനസ് എസ് ടി എഫ് ഓഫ് ടി ഡി ടി ആണ്. അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ തരാം ഇ റേസ് ടു എ ടി ഇൻറ്റു എഫ് ഓഫ് ടി ആണ്. അപ്പോൾ എഫ് ഓഫ് ടിൻ്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? ഇ റേസ് ടു എ ടി ഇൻറ്റു എഫ് ഓഫ് ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇനി ഞാൻ ഈ ഇതും രണ്ട് എക്സ്പോണൻഷ്യൽ ആയത് രണ്ടും കൂടി ഒരുമിച്ച് എഴുതുകയാണ്. ഒരുമിച്ച് എഴുതുമ്പോൾ എക്സ്പോണൻഷ്യൽ മൈനസ് ഞാൻ കോമൺ ആക്കി പുറത്തെടുക്കുന്നു. എസ് മൈനസ് എ ഇൻറ്റു ടി മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എസ് പ്ലസ് എ ആവും ഓൾറെഡി. സോ ഇ റേസ് ടു മൈനസ് എസ് മൈനസ് എ ഇൻറ്റു ടി ഇൻറ്റു എഫ് ഓഫ് ടി ഡി ടി. അപ്പോൾ ഇ റേസ് ടു മൈനസ് എസ് ടി ഇൻറ്റു എഫ് ഓഫ് ടി ഡി ടി ആണെങ്കിൽ എഫ് ഓഫ് എസ്. ഇവിടെ എസിൻ്റെ സ്ഥാനത്ത് ആരുടെ വന്നിട്ടുണ്ട്? എസ് ഉള്ളിടത്ത് എസ് മൈനസ് എ ആണ്. സോ ഇറ്റ് ഈസ് എഫ് ഓഫ് എസ് മൈനസ് എ. അതായത് നമ്മുടെ എഫ് ഓഫ് ടീൻ്റെ കൂടെ ഇ റേസ് ടു എ ടി ആണെങ്കിൽ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് എഫ് ഓഫ് എസ് മൈനസ് എ ആയിരിക്കും. പക്ഷേ എൻ്റെ ഫംഗ്ഷൻ്റെ കൂടെ ഇ റേസ് ടു മൈനസ് എ ടി ആണെങ്കിലോ എഫ് ഓഫ് എസ് മൈനസ് എക്ക് പകരം എഫ് ഓഫ് എസ് പ്ലസ് എ. അപ്പോൾ ഞാൻ എഫ് ഓഫ് എസ് മൈനസ് എ അല്ലെങ്കിൽ ഇ റേസ് ടു എ ടീൻ്റെ എഫ് ഓഫ് ടി മാത്രമേ പ്രൂവ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾ നോട്ടിലേക്ക് എഴുതുന്ന സമയത്ത് ഇ റേസ് ടു മൈനസ് എ ടി എഫ് ഓഫ് ടി ഈക്വൽ ടു എഫ് ഓഫ് എസ് പ്ലസ് എ എങ്ങനെ കിട്ടി എന്നുള്ളത് കൂടി ആഡ് ചെയ്യണം. അടുത്ത പ്രോപ്പർട്ടിയാണ് സെക്കൻഡ് ട്രാൻസ്ലേഷൻ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഹെവിസൈഡ് ഷിഫ്റ്റിംഗ് തിയറാണ്. അതായത് നമുക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോം എഫ് ഓഫ് ടി എന്നുള്ളത് എഫ് ഓഫ് എസ് ആണെന്ന് പറയാം. ഞാൻ വേറൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുകയാണ് ജി ഓഫ് എസ്. ജി ഓഫ് എക്സിൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ 0 ഇഫ് ടി ലെസ് ദാൻ എയും എഫ് ഓഫ് ടി മൈനസ് എ ഇഫ് ടി ഗ്രേറ്റർ ദാൻ എയും ആണ്. അതായത് 0 മുതൽ എ വരെയും എ ടു ഇൻഫിനിറ്റി ആണ് നമ്മൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ 0 മുതൽ എ വരെ അല്ലെങ്കിൽ ആ ഫംഗ്ഷൻ്റെ വാല്യൂ എന്താ? 0യും
എ ടു ഇൻഫിനിറ്റി ആ ഫംഗ്ഷൻ്റെ വാല്യൂ എന്താ എഫ് ഓഫ് ടി മൈനസ് എ. അങ്ങനെ ഒരു ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് ഇ റേസ് ടു മൈനസ് എ എസ് ഇൻറ്റു എഫ് ഓഫ് എസ് ആയിരിക്കും. ദാറ്റ് ഈസ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 0 ഇഫ് ടി ലെസ് ദാൻ എ, എഫ് ഓഫ് ടി മൈനസ് എ ഇഫ് ടി ഗ്രേറ്റർ ദാൻ എ ആണെങ്കിൽ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ജി ഓഫ് ടി ഈസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എ എസ് ഇൻറ്റു എഫ് ഓഫ് എസ് ആയിരിക്കും. ഇനി എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് പ്രൂവ് ചെയ്ത് നോക്കാം. അപ്പോൾ എൽ ഓഫ് ജി ഓഫ് ടി ആണ് 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി ജി ഓഫ് ടി ഡി ടി. അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞു 0 ടു എ ഉണ്ട്, എ ടു ഇൻഫിനിറ്റി. അപ്പോൾ നമ്മൾ രണ്ട് ലിമിറ്റായിട്ട് സ്പ്ലിറ്റ് ചെയ്തിരുന്നു. 0 ടു എ ഇ റേസ് ടു മൈനസ് എസ് ടി ജി ഓഫ് ടി ഡി ടി പ്ലസ് 0 എ ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി ജി ഓഫ് ടി ഡി ടി. 0 ടു എൽ ഫംഗ്ഷൻ്റെ വാല്യൂ എന്താ 0 ആണ്. സോ ഫസ്റ്റ് ഇൻ്റഗ്രൽ വാനിഷ് ചെയ്യും. എ ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി അത് ഫംഗ്ഷൻ്റെ വാല്യൂ എന്താ എഫ് ഓഫ് ടി മൈനസ് എ ഇൻറ്റു ഡി ടി ആണ്. സോ ഫസ്റ്റ് ഇൻ്റഗ്രൽ വാനിഷ് ചെയ്തു പോയി. സോ സെക്കൻഡ് ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് എ ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി എഫ് ഓഫ് ടി മൈനസ് എ. ഇനി നമ്മൾ ഇവിടെയും ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് പ്രോബ്ലം ചെയ്യുന്നത്. സോ പി എന്ന് പറഞ്ഞ വേരിയബിൾ ഞാൻ ഡിഫൈൻ ചെയ്യുന്നത് പി ഈസ് ഈക്വൽ ടു ടി മൈനസ് എ ആണ്. അപ്പോൾ ടി നമുക്ക് എങ്ങനെ എഴുതാം പി പ്ലസ് എ എന്ന് എഴുതാം, വേറെ എ ഈസ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഡി ടിന് നമുക്ക് എങ്ങനെ എഴുതാം ഡി ടി ഈസ് ഈക്വൽ ടു ഡി പി എ 0 ആയിപ്പോൾ ഡി ടി ഈക്വൽ ടു ഡി പി എന്ന് എഴുതാം. സോ ഞാൻ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഇ റേസ് ടു മൈനസ് എസ് ടി ആണ്. ടീനെ ഞാൻ എങ്ങനെ മാറ്റി എഴുതണം ടി എന്ന് പറയുന്നത് പി പ്ലസ് എ ആണ്. സോ ഇ റേസ് ടു മൈനസ് പി പ്ലസ് എ ഇൻറ്റു എഫ് ഓഫ് ടി മൈനസ് എ. ടി മൈനസ് എ എന്ന് പറയുന്നത് എന്താ പി ആണ് ഇൻറ്റു ഡി പി. ഇനി ഞാൻ ഈ എക്സ്പെൻഷനിൽ രണ്ടാക്കി സ്പ്ലിറ്റ് ചെയ്യുക. ഇ റേസ് ടു മൈനസ് എസ് പിയും ഇ റേസ് ടു മൈനസ് എസ് എയും. സോ ഇൻ്റഗ്രേഷൻ എന്താ വിത്ത് റെസ്പെക്ട് ടു ഡി പി ആയതുകൊണ്ട് ഇ റേസ് ടു മൈനസ് എസ് എ എന്നുള്ളത് കോൺസ്റ്റൻ്റ് ആയിട്ട് വരും. സോ എനിക്കത് എന്ത് ചെയ്യാം ഇൻ്റഗ്രേഷന് പുറത്തേക്ക് എടുക്കാം. ഇ റേസ് ടു മൈനസ് എ എസ് ഇൻറ്റു 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് പി ഇൻറ്റു എഫ് ഓഫ് പി ഡി പി. ഇപ്പോൾ നോക്കിയേ നമ്മുടെ ഓൾറെഡി ഉള്ള ലാപ്ലേസ് ട്രാൻസ്ഫോം ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു മൈനസ് എസ് ടി എഫ് ഓഫ് ടി ഡി ടി ആണ്. അപ്പോൾ ഇവിടെ ടി വരുന്നിടത്തൊക്കെ എന്താണ് പി. സോ ദാറ്റ് ഈസ് അതെന്താണ് ആക്ച്വലി ഇത് ഒരു ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് ഇൻ ടേംസ് ഓഫ് പി ആണെന്ന് മാത്രമേ ഉള്ളൂ. സോ ഇറ്റ്സ് ബിക്കം ഇ റേസ് ടു മൈനസ് എ എസ് ഇൻറ്റു എഫ് ഓഫ് എസ് എന്ന് തന്നെ കിട്ടും. ദിസ് ഇസ് കോൾഡ് ഹെവിസൈഡ് ഷിഫ്റ്റിംഗ് തിയറം അല്ലെങ്കിൽ സെക്കൻഡ് ട്രാൻസ്ലേഷൻ പ്രോപ്പർട്ടി. ഇനി നമ്മൾ അടുത്ത പ്രോപ്പർട്ടിയിലേക്ക് പോവാണ് ഡെറിവേറ്റീവ് ഓഫ് ലാപ്ലേസ് ട്രാൻസ്ഫോം. അപ്പോൾ നമ്മൾ ഇഫ് എഫ് ഓഫ് എസ് ഇസ് ദ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ആണെങ്കിൽ ഡി ബൈ ഡി എസ് ഓഫ് എൽ ഓഫ് എഫ് ഓഫ് ടി അല്ലെങ്കിൽ ഡി എഫ് ബൈ ഡി എസ് എന്ന് പറയുന്നത് എൽ ഓഫ് മൈനസ് ടി ഇൻറ്റു എഫ് ഓഫ് ടി ആയിരിക്കും. ദിസ് ഇസ് ഡെറിവേറ്റീവ് ഓഫ് ലാപ്ലേസ് ട്രാൻസ്ഫോം. നമുക്കത് പ്രൂവ് ചെയ്യണം.